ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ചെറുപയർ പരിപ്പ് വെച്ച് ഒരു കറിയുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കാനായി ഞാനൊരു അരക്കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഇത് ആ കടായി വെച്ച് കൊടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ചെറുപയർ പരിപ്പിൻ്റെ ഈ പച്ചച്ചുവ പോകുവാൻ വേണ്ടിയാണ് ഒന്ന് വറുത്തെടുക്കുന്നത്. ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് തണുക്കുവാൻ വേണ്ടി മാറ്റി വെക്കാം. പരിപ്പ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം. പരിപ്പ് ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ വെള്ളം ഒഴിച്ച് വേവുവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് 2 പച്ചമുളകാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്ക് സ്റ്റൗ మీద വെച്ച് കൊടുത്ത് ഒറ്റ വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കണം. ഈ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് കൊണ്ടാണ് ഒറ്റ വിസിലടിച്ച് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞത്. ചെറുപയർ പരിപ്പാടുന്ന വെന്ത് വരുന്ന നേരം കൊണ്ട് അതിന് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ്, ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു ടീസ്പൂൺ ജീരകവും 2 പച്ചമുളക് ഇട്ട് കൊടുത്തൊന്ന് അരച്ച് കൊണ്ടുവരണം. 2 വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ അരച്ചെടുത്താൽ മതി. അധികം ഫൈൻ പേസ്റ്റായി സ്മൂത്തായി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് സ്റ്റൗ మీద ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത്രയും മതിയാകും. ഈ ഓണാക്കി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചോപ്പറിൽ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു ചെറിയ തക്കാളി, അതും ചെറുതായി കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഈ ഉള്ളിക്ക് വേണ്ട ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതുപോലെ 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കറിവേപ്പില അതുകൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് നമുക്ക് വേവിച്ച് വെച്ച ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറിയുടെ പ്രത്യേകത എന്നത് മുളക് പൊടി ഇടുന്നില്ല. ഇതിലേക്ക് മുളക് പൊടി ഇടുന്നില്ല, പച്ചമുളക് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. പിന്നീട് ഇതിലേക്ക് ഞാൻ അരവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരവ് ചേർത്ത് കൊടുക്കുന്നത് ക്യാമറയിൽ വിട്ടുപോയതാണ്. അരവ് ചേർത്ത് കൊടുത്തു. അരച്ച് വെച്ച അരവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറി ഇതേപോലെ കുറുകിയ ഗ്രേവിയോട് കൂടിയാണ് വേണ്ടത്. ഇനി നമുക്കിത് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഇതിലൊരു കടുക് താളിച്ചൊഴിച്ച് കൊടുക്കണം. ഞാനിത് നെയ്യിലാണ് താളിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അതിനായി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. പിന്നീട് ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് മസ്റ്റായിട്ടും ചേർക്കേണ്ടതാണ് ഈ ചെറുപയർ പരിപ്പിൻ്റെ കറിക്ക്. പിന്നീട് ചെറിയ ഉള്ളിയാണ്, ഒരു വലിപ്പമുള്ള ചെറിയ ഉള്ളിയാണ്. കൊച്ചുള്ളി ഇല്ലേ, അതാണ്, അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു 2 വറ്റൽ മുളകാണ്, അതുകൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ കറിയുടെ സർവിംഗ് ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം. 2 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല അടിപൊളി ചെറുപയർ പരിപ്പിൻ്റെ കറി ഇവിടെ റെഡിയാണ്. ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും കഴിക്കുവാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റിയായ കറിയാണിത്. ഇതുപോലെ കട്ടിയിലാണ് വേണ്ടത്, കുറച്ച് കട്ടി വേണം, എന്നാലാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക. എരിവും ഉപ്പുമൊക്കെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാനിതിൽ മുളക് പൊടി തീരെ ചേർത്തിട്ടില്ല, പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നെയ്യിൽ കടുക് തടിച്ചിടുന്നതും മുളക് പൊടി ചേർക്കാതെ പച്ചമുളക് മാത്രം ചേർക്കുന്നത് ഈ കറിയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ തേങ്ങ അരക്കുമ്പോൾ ജീരകവും വെളുത്തുള്ളിയും മസ്റ്റായിട്ടും ചേർത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ രുചി കൂടുന്നതേ ഉള്ളൂ. എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.